നമസ്കാരം. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള IPL ത്രില്ലറിൽ മുംബൈ ഇന്ത്യൻസിനെ ഞെട്ടിക്കുന്ന തോൽവിയും കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ. വിജയത്തിന് കൈതെത്തു ദൂരത്ത് തന്നെ എത്തിയ ശേഷമാണ് ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം GT 3 വിക്കറ്റിന്റെ ആവേശോജ്വലമായ വിജയം സ്വന്തമാക്കിയതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം മുംബൈയും GTയും തമ്മിൽ നടന്ന ഈ ഒരു മത്സരം വളരെയധികം നിർണായകമായ ഒരു മത്സരമാണെന്ന് പറയാം. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി മുംബൈ അതിഗംഭീരമായി കളിച്ചു വരികയായിരുന്നു. ടാക്ടിക്സ് പ്രകാരമാണ് ഇവർ കഴിഞ്ഞ കുറച്ച് കളികൾ കളിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് പറയാം. പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെ നിന്ന മുംബൈ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ എത്തിയത് വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ. ആദ്യം ബാറ്റ് ചെയ്ത് മുംബൈ 156 റൺസിന്റെ വിജയലക്ഷ്യമാണ് GTക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ മഴ കളി തടസ്സപ്പെടുത്തിയതോടെ മഴ നിയമപ്രകാരം GTയുടെ ലക്ഷ്യം 19 ഓവറിൽ 147 റൺസായി പുനർനിശ്ചയിക്കുകയായിരുന്നു. ദീപക് ചാഹർ എറിഞ്ഞ 19ാം ഓവറിൽ 15 റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്നു. അവസാന ബോളിൽ സിംഗിളുമായി GT ഇത് നേടിയെടുക്കുകയും ചെയ്തു. ഈ കളിയിലേറ്റ പരാജയത്തിന് രണ്ടുപേരെയാണ് ഹാർദിക് കുറ്റപ്പെടുത്തുന്നത്. പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാങ്ഡയിൽ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്തതിനു ശേഷം വേണ്ടത്ര റൺസ് നേടാൻ സാധിക്കാതെ പോയതിൽ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയെ ഹാർദിക് പാണ്ഡ്യ വല്ലാതെ വിമർശിച്ചിരിക്കുകയാണ്. രോഹിത് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അതാണ് രോഹിത് എന്ന ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ മിടുക്ക്. എന്നാൽ ഹാർദിക് പാണ്ഡ്യ അവിടെ കാണിച്ചത് കൂടെ നിൽക്കുന്നവരെ ഒറ്റുകൊടുക്കുന്ന രീതിയിലാണ്, കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. തന്റെ പേരിലല്ല കുറ്റമെന്നും താൻ നല്ലൊരു ക്യാപ്റ്റൻ ആണെന്നും നല്ലൊരു ക്രിക്കറ്റർ ആണെന്നും കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഹാർദിക് പാണ്ഡ്യയുടെ സ്വഭാവം നിർത്തിയില്ല എങ്കിൽ ആ ക്യാപ്പിൽ അല്ലെങ്കിൽ ആ ടീമിൽ ഇനിയും വലിയ വിള്ളലുകൾ വീഴുമെന്ന് പറയുന്നു. കൂടാതെ തന്റെയും ദീപക് ചാഹറുടെയും മോശം ബൗളിംഗിലും തോൽവിക്കും കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കളിയിൽ ഒരു ഓവർ മാത്രം ബൗൾ ചെയ്ത ഹാർദിക്കും 2 ബോളും വൈഡുകളും അടക്കം 18 റൺസ് വിട്ടുകൊടുത്തിരുന്നു. 11 ബോളുകൾ ഈ ഓവറിൽ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായും ഒരു 180 റൺസ് വിക്കറ്റ് അല്ല. ഞങ്ങൾ ഉറപ്പായും 20-25 റൺസോ 30 റൺസോ കുറച്ചാണ് സ്കോർ ചെയ്തത്. നന്നായി ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിന് സാധിക്കുമായിരുന്നു. ഞങ്ങളുടെ ബൗളർമാരാണ് ക്രെഡിറ്റ് അർഹിക്കുന്നത്. ശരിയായ ഏരിയകളിൽ ബൗൾ ചെയ്യുകയും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തതായി ഹാർദിക് വ്യക്തമാക്കി അവരെ അഭിനന്ദിച്ചു. ക്യാച്ചുകൾ കൈവിട്ട് കഴിഞ്ഞതാണ് കളി തോൽക്കാനുള്ള മറ്റൊരു കാരണമെന്ന് ഞാൻ പറയില്ല. ഫീൽഡിംഗിൽ ഞങ്ങൾ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നോ ബോളുകളെയാണ് ഞാൻ വലിയ തെറ്റായി കാണുന്നത്. എന്റെ നോ ബോളുകളും അവസാനത്തെ നോ ബോളുമല്ല, അതായത് ദീപക് ചാഹറുടെ ഓവറിലെ നോ ബോൾ ഇതിൽ പെടുന്നുണ്ട്. T20യിൽ നോ ബോളുകൾ എറിയുന്നത് വലിയൊരു ക്രൈമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. T20 ക്രിക്കറ്റിൽ ഭൂരിഭാഗം സമയത്തും അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് ഹാർദിക് പാണ്ഡ്യ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെയും അത് തീർച്ചയായും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടീമിലെ എല്ലാവരും 120% നൽകുകയും വളരെ നന്നായി പോരാടുകയും ചെയ്തതിൽ തന്നെ സന്തോഷമാണെന്നും ഹാർദിക് വ്യക്തമാക്കി. മഴ കാരണം മത്സരത്തിൽ പലതവണ ബ്രേക്കുകൾ സംഭവിച്ചെങ്കിലും അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു. രണ്ടാം ഇന്നിംഗ്സിലെ ആദ്യ പകുതിയിൽ ബ്രേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രൗണ്ടിൽ അത്രയും ഈർപ്പം ഉണ്ടായിരുന്നില്ല. ബോൾ കൂടുതൽ ഈർപ്പമുള്ളതായി മാറിക്കൊണ്ടിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. മഴയും വന്നുകൊണ്ടിരുന്നു. ഒരു കളി ഇത്രയും അധികം തവണ നിർത്തിവെക്കേണ്ടി വരികയും അതിനുശേഷം വീണ്ടും തുടങ്ങുകയും ചെയ്യേണ്ടി വരുന്നത് നല്ലൊരു കാര്യമല്ല. പക്ഷേ ഞങ്ങൾ അവസാനം വരെ ഗെയിം കളിക്കേണ്ടതായി വന്നു. അത് തന്നെ ചെയ്തുവെന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു.